നമസ്കാരം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട വിവാദം അവസാനിച്ചതോടെ ജൂലൈ 18-ന് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ അണിയറ പ്രവർത്തകർ. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പേര് മാറ്റാമെന്ന് നിർമ്മാതാക്കൾ അറിയിക്കുകയായിരുന്നു. സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ പരിഹരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം പ്രകടിപ്പിച്ച ചിത്രത്തിന്റെ സംവിധായകൻ പ്രവീൺ നാരായണൻ രംഗത്ത് വന്നിട്ടുണ്ട്. ചലച്ചിത്രകാരൻ എന്ന നിലയ്ക്ക് തനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടത് എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മാറ്റങ്ങൾ വരുത്തിയ പതിപ്പ് വീണ്ടും സെൻസർ ചെയ്യാനായി ഉടൻ സമർപ്പിക്കും എന്നും പ്രവീൺ പറഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ പുതിയ പതിപ്പ് സമർപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. 2 സ്ഥലങ്ങളിൽ മ്യൂട്ട് ചെയ്യണം എന്നാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത്. കലാകാരൻ എന്ന നിലയിൽ അത് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ എന്നും പ്രവീൺ വ്യക്തമാക്കുകയായിരുന്നു. ചില സീനുകൾ ഒഴിവാക്കണമെന്ന് ആദ്യം പറഞ്ഞിരുന്നു. അത് സാധ്യമല്ല എന്ന് തങ്ങൾ കൃത്യമായി പറഞ്ഞു. ആ സീനുകൾ സിനിമയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കി നിർമ്മാതാക്കൾ തൻ്റെ കൂടെ നിന്നു. സെൻസർ ബോർഡ് കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തെക്കുറിച്ച് മെറിറ്റിൽ സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതിൽ സെൻസർ ബോർഡ് പറഞ്ഞ പല കാര്യങ്ങളും പുറത്തു പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ട മാറ്റങ്ങൾ സിനിമയുടെ ഉള്ളടക്കത്തെ ബാധിക്കാൻ സാധ്യത കുറവാണ്. സിനിമ ഇറക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സിനിമയുടെ പ്രൊഡക്ഷനിലുള്ളവരെ എല്ലാം കഴിഞ്ഞ 2-3 വർഷമായി തൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. ചിത്രം റീസെൻസറിങ്ങിന് നൽകിക്കഴിഞ്ഞാൽ 3 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് നൽകണം എന്നാണ് കോടതി സെൻസർ ബോർഡിനോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 18-ന് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാൻ കഴിയും എന്നാണ് വിതരണക്കാർ പറയുന്നതെന്നും പ്രവീൺ നാരായൺ പറഞ്ഞു. പേര് നൽകുന്നത് കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഇടപെടലുണ്ടായാൽ സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. സിനിമയ്ക്ക് സമയം എന്നത് വളരെ പ്രധാനമാണ്. എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. നിയമ നടപടികളുമായി മുന്നോട്ട് പോയാൽ ഇനിയും കുറേ കാലം എടുക്കുമെന്നും പ്രവീൺ നാരായണൻ പറഞ്ഞു. ജാനകി വിദ്യാധരൻ പിള്ള എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ മുഴുവൻ പേര്. നിലവിൽ വി കൂടി ആഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് തയ്യാറായത്. ജാനകി എന്ന കഥാപാത്രം സിനിമയിൽ തന്നെ ഹൈക്കോടതിയിൽ കയറുന്നുണ്ട്. റിയൽ ലൈഫിലും അങ്ങനെയാണ് നിൽക്കുന്നത്. സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെ ആശങ്കയുണ്ട് എന്നും സംവിധായകൻ പറയുന്നു. ഈ വിവാദം മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് മാർക്കറ്റിങ്ങിന് ഇത്ര കഴിവുള്ള ആളാണ് താനെന്ന് അറിഞ്ഞില്ല എന്നായിരുന്നു പ്രവീൺ നാരായണന്റെ മറുപടി. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപി അഡ്വക്കേറ്റായി വരുന്ന ചിത്രം കൂടിയാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ചിത്രത്തിൽ സുരേഷ് ഗോപിയെ കൂടാതെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് അനുപമ പരമേശ്വരനാണ്. ഒപ്പം മാധവ് സുരേഷ് അടക്കം ഒരുപറ്റം ആളുകളും സിനിമയുടെ ഭാഗമാകുന്നുണ്ട്. ഒരു കോർട്ട് റൂം ക്രൈം ഡ്രാമയായിട്ടാണ് ഇത് വരാൻ പോകുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന സുരേഷ് ഗോപി ചിത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്.